ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രം, സമന്ത നായികയായിട്ട് അഭിനയിച്ച് 100 കോടി ക്ലബിൽ കയറിയ ചലച്ചിത്രം മാ ഇന്ദി ബംഗാരം. രസകരമായ ആ തെലുങ്ക് ചലച്ചിത്രത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമ പൂർണ്ണമായി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. ഇത്തരത്തിൽ സിനിമാ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് സ്വർണ എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവളെന്ന് ഭർത്താവിനൊപ്പം സ്വന്തം ഭർത്തൃ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഭർത്താവിന്റെ പേര് അനിയെന്നാണ്. ആളൊരു ഡോക്ടറുമാണ്. യഥാർത്ഥത്തിൽ സ്വർണയുടെയും അനിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 2 കൊല്ലക്കാലത്തോളം പിന്നിട്ടിരുന്നു. എന്നാൽ അനിയുടെ വീട്ടുകാർക്ക് ആ വിവാഹം തീരെ ഇഷ്ടമായിരുന്നില്ല. അവർ ഒളിച്ചോടിയാണ് വിവാഹം കഴിച്ചത്. ഇപ്പോൾ അനിയുടെ സഹോദരിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. അനിയൻ അക്കാര്യം പറഞ്ഞ് വിളിക്കുകയും ചെയ്തു. വീട്ടുകാര് തന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചാണ് അനി ഭാര്യയെയും കൂട്ടി ഭർത്തൃ വീട്ടിലേക്ക് തിരിച്ചത്. ഭർത്തൃ വീട്ടിലെത്തിയ ഉടൻ തന്നെ അവിടെയുള്ളവരെയെല്ലാം തന്റെ സ്വഭാവം കൊണ്ട് ഇംപ്രസ് ചെയ്യിക്കണം എന്നായിരുന്നു സ്വർണയുടെ തീരുമാനം. പക്ഷേ തന്റെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ലെന്ന് അനി സ്വർണയ്ക്ക് താക്കീത് നൽകി. പോകുന്ന വഴിയിൽ ഒരു സമരം കാരണം അവരുടെ ബസ് യാത്ര തടസ്സപ്പെട്ടു. അവരിറങ്ങി അത് തീരുന്നവരെ കാത്തിരിക്കാൻ തുടങ്ങി. ആ സമയം സമരക്കാരോട് സ്വർണ സംസാരിക്കുന്നുമുണ്ട്. സ്വർണയുടെ സംസാരം സമരക്കാരെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ അടുത്തായി നിന്നിരുന്ന മറ്റൊരു വ്യക്തി സ്വർണയെ ശ്രദ്ധിക്കുന്നതും. എന്തായാലും ഒരു തരത്തിൽ അവിടെ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടു. ഒടുവിൽ സ്വന്തം നാട്ടിലേക്കും വന്നെത്തി. അവിടെ നിന്നും വീട്ടിലേക്കും. കല്യാണ വീടായി അനിയുടെ വീട് നല്ല രീതിയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. നിശ്ചയത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിഥികളെല്ലാം അവിടെ എത്തിയിട്ടുമുണ്ട്. അവിടെ വെച്ച് അനി തന്റെ സഹോദരനെ കണ്ടു. സഹോദരൻ ഓടിയെത്തി അവരെ സ്വീകരിച്ചു. അനിയും അവന്റെ ഭാര്യയും വരുന്നുണ്ടെന്ന കാര്യം താൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം അപ്പോഴാണ് സഹോദരൻ വെളിപ്പെടുത്തിയത്. അത് കേട്ടപ്പോ അനി വളരെയധികം ഞെട്ടലായി. കാരണം അച്ഛന്റെ ദേഷ്യം ഇപ്പോൾ മാറിയിട്ടുണ്ടാകും. അച്ഛൻ പറഞ്ഞിട്ടായിരിക്കും സഹോദരൻ തന്നെ വിളിച്ചത് എന്നൊക്കെ ചിന്തിച്ചായിരുന്നു അനി സ്വർണയെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അതതുവരേക്കും മാറിയിട്ടുണ്ടായിരുന്നില്ല. അകത്തേക്ക് കടന്നപ്പോ ഓരോരുത്തരുടെയും നോട്ടത്തിൽ നിന്നും മറ്റും അത് പ്രകടവുമായിരുന്നു. അത് കാരണം നിശ്ചയം കഴിയുന്നവരെ അവിടെ നിന്ന ശേഷം മടങ്ങിപ്പോകാം എന്നനി തീരുമാനിച്ചു. പക്ഷേ മടങ്ങുമ്പോഴേക്കും അനിയുടെ സഹോദരി അവരെ തടഞ്ഞു. തന്റെ വിവാഹം കഴിയുന്നതുവരെ അനിയും സ്വർണയും അവിടെ നിന്ന് പോവാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. അത് കേട്ടതും അനിയാകെ ചിന്താക്കുഴപ്പത്തിലായി. പക്ഷേ സ്വർണയ്ക്ക് അവിടെ നിൽക്കാനായിരുന്നു താല്പര്യം. താൻ കാരണമാണല്ലോ അനിക്ക് അനിയുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ആ കുടുംബവുമായി നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കാനും അനിയെ വീണ്ടും സ്വന്തം കുടുംബവുമായി ചേർക്കാനുമായിരുന്നു സ്വർണ ആഗ്രഹിച്ചത്. അത്തരത്തിൽ സ്വർണ അനിയോട് സംസാരിച്ചതും ഒടുവിൽ അനി അവളുടെ വാക്കിന് വില കൊടുത്ത് അതിന് സമ്മതിച്ചു. എങ്കിലും തന്റെ അച്ഛൻ എപ്പോഴും തന്നെ ഗൗനിക്കുന്നില്ലെന്നും തന്നോട് സംസാരിക്കുന്നില്ലെന്നും അനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ താമസമായി. അടുത്ത ദിവസം സ്വർണ കുടുംബാംഗങ്ങളെ മുഴുവൻ എതിരിട്ടു. അവർ വട്ടം കൂടിയിരുന്ന് അവളെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവളേത് ജാതിക്കാരിയാണ്, എവിടെ നിന്നാ വരുന്നത്, മാതാപിതാക്കൾ ആരാണ്, എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ബന്ധുക്കൾ ഓരോരുത്തരും മാറി മാറി ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. അത്രയും ചോദ്യങ്ങൾ കേട്ടപ്പോ സ്വർണ വളരെ അസ്വസ്ഥയുമായി. താനൊരു അനാഥയാണെന്നും തന്റെ ജാതി തനിക്കറിയില്ലെന്നും അവൾ അവിടെ വ്യക്തമാക്കി. താൻ BA എക്കണോമിക്സ് ആണ് പഠിച്ചതെന്നും അവൾ കൂട്ടിച്ചേർത്തു. പിന്നീട് ആ വീട്ടുകാർ അവിടുത്തെ ജോലികളെ കുറിച്ച് സംസാരിക്കുന്നതും സ്വർണ കേട്ടു. വീട്ടുകാരെ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കുമെന്ന് ചിന്തിച്ച് അവൾക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ വീട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാമെന്നും അതിലൂടെ അവരുടെ മനം കീഴടക്കാം എന്നും അവൾ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. സ്വർണയ്ക്ക് പാചകം അറിയുകയേയില്ല. കഥ അവിടെ നിന്നും അല്ലൂരി രാമരാജരാജു എന്ന പേരുള്ള അനിയുടെ അച്ഛനിലേക്ക് തിരിയുന്നു. അദ്ദേഹം അവിടുത്തെ പ്രമുഖ പാർട്ടിയുടെ പ്രധാന നേതാവാണ്. അന്നൊരു പാർട്ടി മീറ്റിംഗ് നടക്കുകയാണ്. അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തി. ഇത്തവണ പാർട്ടി ടിക്കറ്റ് മത്സരിക്കാൻ ആർക്ക് നൽകണം എന്ന മീറ്റിംഗ് ആയിരുന്നു അവിടെ നടക്കുന്നത്. മധുസൂദനൻ എന്ന വ്യക്തി പാർട്ടി ടിക്കറ്റ് പ്രതീക്ഷിച്ച് അവിടെയുണ്ട്. പക്ഷേ രാജു ആകട്ടെ അതിനെതിരായിരുന്നു. കാരണം മധുസൂദനൻ അത്ര നല്ല മനുഷ്യനല്ല. മാത്രമല്ല കുറെ സ്കാമും മറ്റും ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് പാർട്ടി ടിക്കറ്റ് അയാൾക്ക് നൽകാൻ രാജു ആഗ്രഹിച്ചിരുന്നില്ല. രാജു തന്നെയാണ് തനിക്ക് ടിക്കറ്റ് തരാതെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം മധുസൂദനനും അറിയാമായിരുന്നു. അതേസമയം ജയിലിൽ കഴിയുന്ന കരുണ എന്ന തടവുകാരനെ നമ്മൾ കാണുകയാണ്. കരുണയെ കാണാൻ അങ്ങോട്ടേക്കൊരാൾ എത്തിയിട്ടുണ്ടായിരുന്നു. സ്വർണ അനിക്കൊപ്പം വീട്ടിലേക്ക് പോകുമ്പോ ബസ്സിൽ നിന്നിറങ്ങിയ സമയത്ത് സ്വർണയെ തന്നെ നോക്കിക്കണ്ടു എന്ന് പറഞ്ഞിരുന്ന ആ വ്യക്തിയില്ലേ, അതായിരുന്നു അയാൾ. അയാൾ കരുണയോട് പറഞ്ഞു, ഞാനൊരു പെണ്ണിനെ കണ്ടു, ജാൻസിയെ പോലെയാ തോന്നിച്ചത്. ജാൻസിയാണോ അതെന്ന് സംശയമുണ്ട്. അത് കേട്ടതും കരുണയ്ക്ക് ദേഷ്യം വന്നു. ജാൻസി തനിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നവൻ അറിയില്ലേ എന്ന് ചോദിച്ച കരുണ
സ്വർണ അവനോട് ആ സ്ത്രീയുടെ പിന്നാലെ പോയി അത് ജാൻസി തന്നെയാണോ എന്നുറപ്പുവരുത്താൻ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം അതിരാവിലെ വീട്ടിലെ സ്ത്രീകളെല്ലാം പൂജ ചെയ്യുകയായിരുന്നു. സ്വർണ അത് കണ്ടതും വേഗത്തിൽ എഴുന്നേറ്റ് പെട്ടെന്നൊരുങ്ങി അങ്ങോട്ടേക്ക് വന്നു. എന്നാൽ ധൃതി കൂട്ടിയിറങ്ങിയതുകൊണ്ട് അവൾ സാരി ശരിയായ രീതിയിലായിരുന്നില്ല ഉടുത്തിരുന്നത്. അനിയുടെ അമ്മയുടെ നോട്ടം കണ്ടാണ് അവൾ വേഗത്തിൽ സാരി ശരിയാക്കിയത്. സ്വർണ അവിടെത്തി പൂജ ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോ മൊത്തം മണ്ടത്തരങ്ങളായിരുന്നു ചെയ്യുന്നത്. അവൾക്ക് അക്കാര്യങ്ങളൊന്നും തീരെ പരിചയമുണ്ടായിരുന്നില്ല. സഹായിക്കാനായി അനിയുടെ അനിയത്തിയും വന്നു. തൊട്ടുപുറകെ അങ്ങോട്ടേക്ക് ആ കുടുംബത്തിലെ ചെറിയ മരുമകളായ അനസൂയ കടന്നു വന്നു. അനസൂയയാകട്ടെ ആ കുടുംബത്തിൽ തികഞ്ഞ മരുമകളെ പോലെയായിരുന്നു പ്രവർത്തിച്ചത്. അതായത് പൂജകൾ ചെയ്യുക, വീട് നോക്കുക, പാചകം ചെയ്യുക തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അവൾ ലീഡ് ചെയ്യുകയാണ്. വീട്ടുകാരെ മുഴുവൻ അവൾ കയ്യിലെടുത്തിട്ടുണ്ട്. അനസൂയയെപ്പോലൊരു മരുമകൾ കിട്ടിയതിൽ അവരൊക്കെ വലിയ സംതൃപ്തരുമായിരുന്നു. അത് കണ്ടപ്പോ സ്വർണയ്ക്ക് കാര്യം മനസ്സിലായി. അനസൂയെ പോലെ ആയാലേ തനിക്കും എല്ലാവരുടെയും ഹൃദയം കീഴടക്കാൻ പറ്റൂ. പക്ഷേ അനസൂയയെ തോൽപ്പിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യവുമല്ല. അതോടെ എന്തായാലും വീട്ടിലെ എല്ലാ ജോലികളും അനസൂയെ പോലെ താനും ചെയ്യാൻ പോവുകയാണെന്ന് അവൾ തീരുമാനിച്ചു. പക്ഷേ സ്വർണയ്ക്കാകട്ടെ അത്തരം വീടുകളിലെ രീതികളോ അവിടുത്തെ ജോലികളോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം അബദ്ധത്തിലെത്തും. അപ്പോഴേക്കും അനസൂയെത്തി അക്കാര്യങ്ങൾ പൂർണ്ണതയോടെ ഗംഭീരമായി ചെയ്യുകയും ചെയ്യും. സ്വർണയ്ക്ക് കാര്യങ്ങൾ അതോടെ കൂടുതൽ ബുദ്ധിമുട്ടായി മാറി. അവൾ എന്തു ചെയ്യാൻ ശ്രമിച്ചാലും അത് അനസൂയ ചെയ്യുന്നത്ര നന്നായി വരുമായിരുന്നില്ല. ഒടുവിൽ കടുത്ത മാനസിക വിഷമത്തിലായ സ്വർണ പുറത്തുപോയി അനാഥാലയത്തിൽ തന്റെ കൂടെയുണ്ടായിരുന്ന പാചകത്തിൽ അതീവ വിദഗ്ധയായ തന്റെ ഒരു കൂട്ടുകാരിയെ ഫോൺ വിളിച്ചു. സ്വർണ കൂട്ടുകാരിയോട് തന്നെ സഹായിക്കാൻ ഇങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ആ കൂട്ടുകാരി പുതിയ TV ഒക്കെ വന്ന സന്തോഷത്തിൽ അതിന് വിസമ്മതിക്കുകയായിരുന്നു. അതോടെ സ്വർണ പഴയ കഥയൊക്കെ പറഞ്ഞ് അവളെ വൈകാരികമായി സ്വാധീനിച്ചു. ഒടുവിൽ മറ്റു വഴിയില്ലാതെ അതിൽ വീണ അവളുടെ കൂട്ടുകാരിയാകട്ടെ സ്വർണയുടെ ആ ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ വന്നപ്പോ താൻ സ്വർണയോടൊപ്പം അവളുടെ വീട്ടിലാണ് താമസിക്കുക എന്നായിരുന്നു കൂട്ടുകാരി ആദ്യം വിചാരിച്ചത്. എന്നാൽ സ്വർണയാകട്ടെ അവൾക്കായി ഒരു ലോഡ്ജിലായിരുന്നു താമസം ഏർപ്പാടാക്കിയിരുന്നതും. സ്വർണ അവളെ ലോഡ്ജിലേക്ക് കൊണ്ടുപോവുകയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതുവരെ അവൾ ആ ലോഡ്ജിൽ നിന്നും തന്നെ സഹായിക്കണം. മറുവശത്ത് രാഷ്ട്രീയക്കാരൻ മധുസൂദനനാകട്ടെ രാജുവിനോട് കടുത്ത ദേഷ്യത്തിലായിരുന്നു. തനിക്ക് പാർട്ടി ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ അത് നല്ലതിനായിരിക്കില്ല എന്നയാൾ രാജുവിന് നേർക്കുവന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ രാജു അയാളുടെ ഭീഷണിയെ ഭയപ്പെടുന്നേയുണ്ടായിരുന്നില്ല. കാരണം രാജു ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് മനുഷ്യനായിരുന്നു. അഴിമതിയിലും മറ്റും അയാൾ അതുവരേക്കും കുളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം സ്വർണ വീട്ടിലേക്ക് കുക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ കൂട്ടുകാരിക്കൊപ്പം ഷോപ്പിങ്ങിന് പോയി. എന്നാൽ ഷോപ്പിങ്ങിനിടയിലാണ് സ്വർണയ്ക്ക് പലചരക്ക് സാധനങ്ങളെ പറ്റി പോലും ഒന്നും അറിയില്ല എന്ന് കൂട്ടുകാരി തിരിച്ചറിയുന്നത്. ഇതിനിടയിൽ സ്വർണ ഒരു കാര്യം ശ്രദ്ധിച്ചു. തന്നെ ആരോ പിന്തുടരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്വർണയെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കരുണയച്ച ആ യുവാവായിരുന്നു. സ്വർണ അയാൾ ശരിക്കും തന്നെ പിന്തുടരുന്നുണ്ടോ എന്നറിയാൻ കൂട്ടുകാരിയെയും കൂട്ടി മാറി മാറിപ്പോയി. ഒടുവിൽ അയാൾ തന്നെയാണ് പിന്തുടരുന്നത് എന്ന കാര്യം ഉറപ്പിച്ചു. ഇതിനിടയിൽ കൂട്ടുകാരിയോടും അയാൾ പിന്തുടരുന്ന കാര്യം പറഞ്ഞു. അത് കേട്ട ആ കൂട്ടുകാരി ഭയപ്പെട്ടിരുന്നു. ഒടുവിലൊരു ഘട്ടത്തിൽ മറന്നു നിന്ന സ്വർണ അയാൾക്ക് മുമ്പിലേക്ക് കടന്നു ചെന്നു. ധൈര്യത്തോടെ എന്തിനാണ് തങ്ങളെ പിന്തുടരുന്നതെന്ന് അയാളോട് ചോദിച്ചു. ഉടൻ അയാൾ തിരക്കി, നീ ജാൻസിയാണോ എന്ന്. അത് കേട്ടപ്പോ സ്വർണയുടെ മുഖം തന്നെ മാറി. അവൾ വലിയ ദേഷ്യത്തിൽ അവനോട് പറഞ്ഞു, എന്നെ പിന്തുടരുന്നത് നിർത്തിക്കൂ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. അത് കേട്ടതും ആ മനുഷ്യൻ അവിടെ നിന്നും പോയി. എന്നാൽ സ്വർണയുടെ ആ ഭാവം കണ്ട് അവളുടെ കൂട്ടുകാരിയും ഞെട്ടിയിരുന്നു. എന്തൊക്കെയും നടക്കുന്നത് എന്ന മട്ടിൽ കൂട്ടുകാരി ചോദിച്ചപ്പോ ധൈര്യത്തോടെ ആർക്കെതിരെ നിന്നാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന മട്ടിലായിരുന്നു സ്വർണയുടെ മറുപടി. അന്ന് രാത്രി സ്വർണ രഹസ്യമായി ഒരാളെ ഫോൺ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, കരുണ ഇപ്പോഴും ജയിലിൽ തന്നെയാണോ? മറുവശത്ത് ഫോൺ എടുത്തിരുന്ന ലേഡി പറഞ്ഞു, അതെ, കരുണ ജയിലിൽ തന്നെയാണ്. അവൻ എളുപ്പത്തിൽ പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ല. അതിനുള്ള കേസൊക്കെ അവന്റെ പേരിലുണ്ട്. എന്നാലും സ്വർണയ്ക്ക് എന്തോ വല്ലാതെ സംശയങ്ങളുണ്ടായിരുന്നു. സ്വർണ ഫോൺ വെച്ച് തരുന്നതും അങ്ങോട്ടേക്ക് അനസൂയ വരുന്നത് കണ്ടു. ഉടൻ സ്വർണ വിഷയം മാറ്റി താൻ അവിടെ വന്നത് വെള്ളം കുടിക്കാനാണെന്നും മുറിയിലെ വെള്ളം തീർന്നുപോയെന്നും അവൾ അനസൂയയോട് കളവ് പറഞ്ഞു. സ്വർണയുടെ പെരുമാറ്റത്തിലും മറ്റും അനസൂയക്ക് വല്ലാത്ത സംശയം തോന്നുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ വീട്ടുകാര് കണ്ടത് വീട്ടിലെ ടേബിളിൽ രാവിലെ തന്നെ അത്രയധികം വിഭവങ്ങൾ തയ്യാറായിരിക്കുന്നതാണ്. ആരാതുണ്ടാക്കിയത് എന്നറിയാതെ അവർ നിൽക്കുമ്പോൾ സ്വർണ അടുക്കളയിൽ നിന്ന് കടന്നു വന്നു. താനാണ് അതുണ്ടാക്കിയതെന്ന് പറഞ്ഞു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ്
എല്ലാം ഉണ്ടാക്കി തുടങ്ങിയതാണ് എന്നും സ്വർണ്ണ വ്യക്തമാക്കി. എല്ലാവരും അത് കണ്ടൊന്ന് ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. അനസൂയക്കാകട്ടെ അത് കണ്ട് തെല്ലൊന്ന് കുശുമ്പ് തോന്നാതിരുന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ആ വിഭവങ്ങൾ അത്രയും ഉണ്ടാക്കിയത് സ്വർണ്ണയുടെ കൂട്ടുകാരിയും മറ്റൊരു സഹായിയും ചേർന്നിട്ടായിരുന്നു. രാത്രിയിൽ വീടിന്റെ പിൻവാതിലൂടെയാണ് അവർ ഭക്ഷണം അകത്തെത്തിച്ചത്. സ്വർണ്ണ അത് താനുണ്ടാക്കിയതാണെന്ന മട്ടിൽ അവിടെ വിളമ്പുകയായിരുന്നു ചെയ്തത്. എന്തായാലും അവിടെ മുതൽ തന്റെ കൂട്ടുകാരിയുടെ സഹായത്തോടെ സ്വർണ്ണ കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് വീട്ടുകാർക്കും പതിയെ അവളോട് കൂടുതൽ സ്നേഹം തോന്നിത്തുടങ്ങി. ഇതെല്ലാം കണ്ട് അനസൂയയുടെ കുശുമ്പും തെല്ലൊന്ന് വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേസമയം അനിയാകട്ടെ തന്റെ അച്ഛനിപ്പോഴും തന്നോട് സംസാരിക്കാത്തതിന്റെ വിഷമത്തിലായിരുന്നു. സ്വർണ്ണ ഇതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നീട് സ്വർണ്ണയെ പിന്തുടർന്ന് അന്ന് വന്ന ആ മനുഷ്യൻ അയാൾ കരുണയെ ഫോൺ വിളിച്ചു. ജയിലിനകത്ത് നിന്നും പോലീസുകാരെ സ്വാധീനിച്ച് കരുണ ഫോൺ എടുത്തു. ആ പെൺകുട്ടി ചാൻസി തന്നെയാണോ എന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് കൺഫ്യൂസ്ഡായി ആ വ്യക്തി പറഞ്ഞതും കരുണ അയാൾക്കൊരു നിർദ്ദേശം കൊടുത്തു. അവളെ അങ്ങ് കൊന്നേക്കാനായിരുന്നു കരുണ നിർദ്ദേശിച്ചത്. അത് കേട്ടതും അയാൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ കരുണ വിശദീകരിച്ചു, നീ കൊല്ലാൻ പോയി, അവൾ മരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൾ ജാൻസിയല്ലെന്നാണ്. എന്നാൽ അവൾ ജീവനോടെ രക്ഷപ്പെട്ടാൽ അവൾ ഉറപ്പായും ചാൻസി തന്നെയായിരിക്കും. ഇതിനിടയിൽ സ്വർണ്ണ പതുക്കെ വീട്ടുകാരുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞിരുന്നു. കല്യാണ ചടങ്ങുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മൂമ്മ തനിക്കൊരു അമ്പലത്തിൽ പോകാനുള്ള ആഗ്രഹം അവിടെ പറയുന്നത്. കുറെ നാളായി അമ്മൂമ്മ അത് പറയുന്നുണ്ടെങ്കിലും ആരും അമ്മൂമ്മയെ ആ അമ്പലത്തിലേക്ക് കൊണ്ടുപോവാറുണ്ടായിരുന്നില്ല. ആർക്കും സമയമില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ മരുമകനായ വ്യക്തി അത് കേട്ടതും താനുണ്ടല്ലോ, താൻ അമ്മൂമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആ ദൗത്യം ഏറ്റെടുത്തു. പക്ഷേ ആ അമ്പലം സ്ഥിതി ചെയ്യുന്നതാകട്ടെ രാജുവിന്റെ രാഷ്ട്രീയ ശത്രുക്കളുടെ മേഖലയിലായിരുന്നു. ഇതറിഞ്ഞിട്ടും മരുമകൻ അമ്മൂമ്മയെയും അവിടുത്തെ അമ്മയെയും മറ്റു 2 സ്ത്രീകളെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി. കൂട്ടത്തിൽ സ്വർണ്ണയുമുണ്ട്. അവർ അവിടെ എത്തിയതും അവരുടെ സാന്നിധ്യം ശത്രുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അവിടെ വെച്ച് ശത്രുക്കൾ തങ്ങളെ പിന്തുടരുന്ന കാര്യം സ്വർണ്ണ ശ്രദ്ധിച്ചു. ആദ്യം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നായിരുന്നു സ്വർണ്ണ ചിന്തിച്ചത്. പക്ഷേ അധികം വൈകാതെ അവർ തന്റെ ഭർത്തൃകുടുംബത്തെയാണ് ലക്ഷ്യമിടുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതോടെ അവിടുത്തെ ആരാധന കഴിഞ്ഞതും വേഗം അവിടുന്ന് മടങ്ങണമെന്ന് അവൾ കുടുംബത്തിലെ മരുമകനോട് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ശത്രുക്കൾ വളഞ്ഞു കഴിഞ്ഞിരുന്നു. എല്ലാവരെയും വേഗത്തിൽ കാറിൽ കയറ്റി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്ന് കാർ ഓടിച്ച് പോവാൻ തുടങ്ങി. ശത്രുക്കൾ പക്ഷേ അവരെ പിന്തുടർന്നു വന്നിരുന്നു. പക്ഷേ സ്വർണ്ണ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. ശത്രുക്കളെ കുടുംബത്തിനോടൊപ്പം ചേർന്ന് അവൾ എതിരിട്ടു. സ്വർണ്ണയുടെ നിർദ്ദേശത്തിൽ കുടുംബവും ഒന്നു ചേർന്ന് ആ ശത്രുക്കളെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. മരുമകളുടെ ആ പ്രവൃത്തിയിൽ കുടുംബാംഗങ്ങൾ അത്രയും അത്ഭുതപ്പെട്ടിരുന്നു. അവർ കാരണമാണ് തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്നവർക്ക് വ്യക്തമായി കഴിഞ്ഞിരുന്നു. അവർ വീട്ടിലെത്തുമ്പോ അനസൂയയാകട്ടെ സ്വർണ്ണ അനസൂയയുടെ സ്ഥാനം ഇങ്ങനെ നേടിയെടുക്കുന്നത് കണ്ട് നല്ല രീതിയിൽ ഭക്ഷണമുണ്ടാക്കി ഏവരെയും ഇംപ്രസ് ചെയ്യിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷേ വന്ന അവരാകട്ടെ അനസൂയ ചെയ്ത പ്രവൃത്തിയുടെ ത്രില്ലിലും. അതുകൊണ്ട് അനസൂയയുടെ ശ്രമം പാഴായി പോയി. പക്ഷേ രാജു ആകട്ടെ നടന്ന കാര്യങ്ങളിൽ കടുത്ത ദേഷ്യത്തിലായിരുന്നു. എന്തിനാണ് ആ സ്ത്രീകൾ ആ നാട്ടിലെ അമ്പലത്തിൽ പോയത് എന്ന് ചോദിച്ച് അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. അമ്മൂമ്മയെയും അമ്മയെയുമായിരുന്നു രാജു ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ സ്വർണ്ണ അതിൽ ഇടപെട്ടു. മരുമകനാണ് അമ്മൂമ്മയെയും ഞങ്ങളെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞു. അതോടെ ഒന്നും പറയാതെ രാജു തിരിഞ്ഞുപോയി. കുടുംബത്തിലെ മരുമകനായതുകൊണ്ട് അദ്ദേഹത്തോട് മാത്രം രാജു ദേഷ്യപ്പെടില്ലെന്ന് സ്വർണ്ണയ്ക്ക് അറിയാമായിരുന്നു. ആ ബുദ്ധിയായിരുന്നു സ്വർണ്ണ പ്രയോഗിച്ചതും. ആ സംഭവത്തോടെ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെയും സ്വർണ്ണയോടുള്ള ബഹുമാനവും സ്നേഹവും കൂടി. സ്വർണ്ണ വീട്ടിലെ മൂത്ത മരുമകളായതുകൊണ്ട് തന്റെ അമ്മായിയമ്മ തന്ന പാരമ്പര്യമാല അവൾക്ക് നൽകാൻ സ്വർണ്ണയുടെ അമ്മായിയമ്മ തീരുമാനിച്ചു. അവൾ രാജുവിനോട് അതിന് അനുവാദം ചോദിച്ചു. രാജു ഒന്നും പറഞ്ഞില്ലെങ്കിലും അതൊരു മൗനാനുവാദം കൂടിയായിരുന്നു. അനിയോടും സ്വർണ്ണയോടുമുള്ള ദേഷ്യം രാജുവിന് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഒടുവിൽ സ്വർണ്ണയെയും അനിയെയും വിളിച്ച് അമ്മ ആ മാല സമ്മാനിച്ചു. സ്വർണ്ണയുടെ കണ്ണു നിറഞ്ഞു. അതുപോലൊരു കുടുംബജീവിതം അവൾ ആഗ്രഹിച്ചിരുന്നു. അവൾക്കത് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ അതോടെ സ്വർണ്ണയ്ക്കും കുറ്റബോധം തോന്നാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ കളവ് കാണിച്ച് കുടുംബത്തെ താൻ വഞ്ചിക്കുകയല്ലേ എന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് കൂട്ടുകാരിയിൽ നിന്നും മുഴുവനായും കുക്കിംഗ് ഒക്കെ പഠിച്ചെടുക്കണമെന്നും നല്ലൊരു മരുമകളായി മാറണം എന്നും അവൾ തീരുമാനിച്ചു. അന്ന് രാത്രി പുറത്തുനിന്നതോ ശബ്ദം കേട്ട് സ്വർണ്ണ പരിശോധിക്കാൻ പോയി. തന്നെ കൊല്ലാൻ ചില ആളുകൾ വന്നിട്ടുണ്ടെന്ന കാര്യം അവൾക്കതോടെ മനസ്സിലായി. ധൈര്യത്തോടെ അതോടെ തോട്ടത്തിലേക്ക് കടന്നു ചെന്നിയവൾ തന്നെ കൊല്ലാൻ വന്നവരെ തിരികെ ആക്രമിച്ചു. ശക്തമായി അവിടെത്തിയ എല്ലാവരെയും മടിച്ചോടിച്ചു. പിന്നീട് ഏവരെയും മടിച്ചൊതുക്കി മേലാൽ ഇവിടെ വരരുതെന്ന് മുന്നറിയിപ്പ് നൽകി അവൾ വീട്ടിലേക്ക് മടങ്ങാൻ പോകുമ്പോ കൂട്ടത്തിലൊരാൾ കത്തിവീശിക്കൊണ്ട് അവളെ ആക്രമിക്കാൻ വന്നു. എന്നാൽ
എന്നാൽ പെട്ടെന്ന് അയാളുടെ കാൽ വഴുതി അയാൾ സ്വന്തം കത്തിക്ക് മുകളിലേക്ക് തന്നെ വീഴുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അതുകണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സ്വർണ്ണ ഞെട്ടി നിൽക്കുകയായിരുന്നു. പിന്നാലെ അവൾ ആ മൃതദേഹം പുറത്തേക്ക് മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവൾക്കുള്ള ഭക്ഷണവുമായി വന്ന കൂട്ടുകാരി അത് കണ്ടത്. അത് കണ്ടവൾ ബോധം കെട്ടു വീണു. സ്വർണ്ണവേഗത്തിൽ അവളെ അവിടെ നിന്ന് മാറ്റി ഉണർത്തുകയും താനിത് മനഃപൂർവ്വം ചെയ്തതല്ലെന്നും അയാൾ സ്വന്തം കത്തിയിൽ വീണ് മരിച്ചതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. കൂട്ടുകാരിക്ക് ആദ്യം ഇതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പോലീസിനെ വിളിക്കാനായിരുന്നു അവൾ ആവശ്യപ്പെട്ടത്. എന്നാൽ പോലീസിനെ വിളിച്ചാൽ കുടുംബത്തിന് നാണക്കേടാകുമെന്നും തന്റെ ഭർത്തൃ വീട്ടുകാർ തന്നെ വെറുക്കാൻ തുടങ്ങുമെന്നും സ്വർണ്ണ ഭയന്നു. കൂടാതെ വീട്ടിൽ കല്യാണം നടക്കാൻ പോകുന്ന സമയമായതുകൊണ്ട് എല്ലാം തകരുമെന്നും അവൾ തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞു. പുറത്തത് അറിയിക്കരുതെന്നും തന്റെ കൂടെ നിന്ന് ആ മൃതദേഹം കൊണ്ടുകളയാൻ കൂട്ടുനിൽക്കാനും സ്വർണ്ണ കൂട്ടുകാരിയോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ സ്വർണ്ണ ഇമോഷണൽ കാര്യങ്ങൾ ഇറക്കിയപ്പോ കൂട്ടുകാരി സ്വർണ്ണയുടെ കൂടെ നിൽക്കാൻ സമ്മതിച്ചു. ഒടുവിൽ അവർ ഒന്നിച്ച് ആ മൃതദേഹം മറ്റാരും കാണാതെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോവുകയും പുറത്ത് തള്ളുകയും ചെയ്തു. അന്നതൊക്കെ ചെയ്ത് തിരികെ വീട്ടിലെത്തിയപ്പോ അനി ഉറങ്ങുന്നത് അവൾ കണ്ടു. ഒന്നും അറിയാതെ അങ്ങനെ ഉറങ്ങുന്ന അനിയെ കണ്ടതും അവൾക്കെന്തോ വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അത്രയുമായതോടെ സ്വർണ്ണ തന്നിൽ നിന്നും എന്തോ കാര്യമായി മറയ്ക്കുന്നുണ്ട് എന്ന് കൂട്ടുകാരിക്ക് തോന്നി. അവളതോടെ ആ നാട് വിട്ടേ തിരികെ പോവാൻ തീരുമാനിച്ചിരുന്നു. സ്വർണ്ണ പക്ഷേ അവളോട് പുറത്തുനിന്ന് കാത്തു നിൽക്കാൻ പറഞ്ഞു. പിന്നാലെ കൂട്ടുകാരിക്കടുത്തെത്തി സ്വർണ്ണ തനിച്ചിരുന്ന് അവളോട് തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അത്രയും പറയാൻ ആരംഭിച്ചു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സ്വർണ്ണയും ആ കൂട്ടുകാരിയും അനാഥാലയത്തിലായിരുന്നു വളർന്നത്. അവിടുത്തെ വാർഡൻ ഒരു മോശം മനുഷ്യനായിരുന്നു. അയാൾ കൊച്ചു കുട്ടികളുടെ മേലിൽ പോലും ലൈംഗികമായ നോട്ടമിട്ടിരുന്നു. അനാഥാലയത്തിൽ നിന്നൊരു കുടുംബത്തെ ലഭിച്ച് കൂട്ടുകാരി പോയ ശേഷം ആ വാർഡന്റെ കണ്ണ് സ്വർണ്ണയുടെ മേലായി. അതോടെ ഒരു രാത്രിയിൽ സ്വർണ്ണ അനാഥാലയം വിട്ട് കടന്നു കളഞ്ഞു. പുറത്തു നല്ലൊരു ലോകം കണ്ടെത്തി നന്നായി ജീവിക്കാം എന്നാണ് സ്വർണ്ണ കരുതിയതെങ്കിലും പുറത്തെ കാര്യങ്ങൾ അതിലും മോശമായിരുന്നു. അവൾക്ക് പലതരം ജോലികൾ ചെയ്യേണ്ടി വന്നു, സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഒടുവിൽ കൗമാരപ്രായം എത്തി. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ വാടകയ്ക്ക് താമസിച്ചിടത്തെ ഉടമസ്ഥന്റെ നോട്ടവും തീരെ ശരിയായിരുന്നില്ല. എപ്പോഴും ഭയത്തോടെ മാത്രം അവൾക്ക് ജീവിക്കേണ്ടി വന്നു. അങ്ങനിരിക്കെ ആ ഹോസ്റ്റലിലേക്ക് ധൈര്യപൂർവ്വം കയറി വന്ന ഒരു സംഘത്തെ അവൾ കണ്ടു. അത് കരുണയും അവന്റെ കൂട്ടാളികളുമായിരുന്നു. മാവോയിസ്റ്റുകളായിരുന്നവർ. അവർ വളരെയധികം ധീരന്മാരായിരുന്നു. ആരെയും ഭയപ്പെട്ടിരുന്നില്ല. അത് കണ്ട് അത്രയും ധൈര്യത്തിൽ ജീവിക്കാനുള്ള ഒരു ത്വര സ്വർണ്ണയുടെ ഉള്ളിലും രൂപപ്പെട്ടു. ആ സമയം കരുണയും സ്വർണ്ണയെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കരുണ തന്റെ സംഘാംഗങ്ങളോട് ധീരതയെപ്പറ്റിയും മറ്റും സംസാരിച്ച വാക്കുകൾ സ്വർണ്ണയ്ക്ക് കൂടുതൽ ധൈര്യവും ആവേശവും പകർന്നു. കരുണ നല്ലവനാണോ ചീത്തയാണോ എന്നൊന്നും അന്ന് സ്വർണ്ണയ്ക്കറിയില്ലായിരുന്നു. എന്നാൽ അവന്റെ ധൈര്യത്തിൽ സ്വർണ്ണ വല്ലാതെ ആകൃഷ്ടനായി. ഒടുവിൽ ആ ധൈര്യം ഒന്ന് പരീക്ഷിക്കാൻ സ്വർണ്ണയും തീരുമാനിച്ചു. അവളെ എപ്പോഴും മോശമായി നോക്കുന്ന ആ വ്യക്തി അവളുടെ മുറിയിലേക്ക് കടന്നുവന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു ദിവസം സ്വർണ്ണ ധൈര്യത്തോടെ അയാളെ തിരികെ ആക്രമിച്ചു. വെട്ടേറ്റ് അയാൾ താഴെ വീണു. ആ സമയമാണ് കരുണ അങ്ങോട്ടേക്ക് കയറി വന്നത്. ഇവൻ ചത്ത വിഷമിക്കുന്നവർ 5 പേരുണ്ടെങ്കിൽ 30 പേർ സന്തോഷിക്കുന്നുണ്ടാകും. കണക്ക് ശരിയായിരുന്നാൽ ഒരിക്കലും കുറ്റബോധത്തിന്റെ ആവശ്യമേയില്ല. കരുണയും സംഘവും അവിടെ നിന്ന് പോവാനിറങ്ങുമ്പോ സ്വർണ്ണയോട് കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. സ്വർണ്ണയ്ക്കും മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അവരുടെ കൂടെ സ്വർണ്ണയും ഇറങ്ങി പുറപ്പെട്ടു. അവർ കാട് കയറി. പിന്നീടാണ് കരുണ മാവോയിസ്റ്റ് സംഘത്തിലെ നേതാവാണ് എന്ന് സ്വർണ്ണ തിരിച്ചറിയുന്നത്. സ്വർണ്ണയെ തന്റെ ആളാക്കാനായിരുന്നു കരുണയുടെ തീരുമാനം. അവിടെ നിന്നും സ്വർണ്ണയ്ക്ക് കടുത്ത പരിശീലനം ലഭിച്ചു. അവൾ തികഞ്ഞൊരു യോദ്ധാവായി മാറി. പക്ഷേ പിന്നെയാണ് കരുണയുടെ യഥാർത്ഥ സ്വഭാവം അവരൊക്കെ തിരിച്ചറിഞ്ഞത്. സ്വന്തം നേട്ടത്തിനു വേണ്ടി സംഘത്തെ പോലും ചതിക്കാൻ ഒട്ടും മടിയില്ലാത്തവനായിരുന്നു കരുണ. ആളുകളെ ഭീഷണിപ്പെടുത്തി കൊള്ളയടിക്കുകയും മോശം പ്രവൃത്തികൾ ചെയ്യുകയും ഒക്കെയായിരുന്നു കരുണ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് അംഗീകരിക്കാൻ സ്വർണ്ണയ്ക്കും കരുണയുടെ കൂടെയുള്ള പലർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചാലും അത് സാധ്യമല്ലെന്ന് പതിയെ സ്വർണ്ണ തിരിച്ചറിഞ്ഞു. കരുണയുടെ കണ്ണുകൾ എപ്പോഴും അവളുടെ മേലുണ്ട്. കരുണയുടെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോ അവളിൽ വീണ്ടും പഴയ ഭയം കടന്നുകൂടാൻ തുടങ്ങി. കരുണയായിരുന്നു സ്വർണ്ണയ്ക്ക് ജാൻസി എന്ന വിളിപ്പേരുമിട്ടത്. പക്ഷെ ഒരു ഘട്ടത്തിൽ സ്വർണ്ണയ്ക്കൊരു അവസരം ലഭിച്ചു. സ്വർണ്ണ കരുണയെ രഹസ്യമായി പോലീസിനുറ്റി. അങ്ങനെ കരുണയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാൾ ജയിലിലാവുകയും ചെയ്തു. പിന്നീട് അവൾ അനിയെ കണ്ടെത്തുകയും അനിയെ വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്തു. സ്വർണ്ണയുടെ ആ കഥ കേട്ട ശേഷം കൂട്ടുകാരി അവളോട് പറഞ്ഞു കഴിഞ്ഞതെല്ലാം മറന്ന് ജീവിതവുമായി മുന്നോട്ടു പോകണമെന്ന്. കാരണം ഇപ്പോൾ അവൾക്കൊപ്പം നിൽക്കാൻ നല്ലൊരു കുടുംബമുണ്ട്.
പക്ഷെ സ്വർണയുടെ ആശങ്ക കടുത്തിരുന്നു. കാരണം താൻ ജീവിച്ചിരിപ്പുണ്ട്, താൻ എവിടെയാണ് എന്നൊക്കെ അറിഞ്ഞാൽ കരുണ അത്ര എളുപ്പത്തിൽ തന്നെ വിട്ടയക്കില്ല എന്നവൾക്കറിയാമായിരുന്നു. ഇതേസമയം മറുവശത്ത് കരുണയ്ക്ക് ആ വിവരമെത്തിയിരുന്നു. സ്വർണയെ കൊല്ലാൻ പോയവർ കൊല്ലപ്പെട്ടുവെന്ന്. അതോടെ അവിടുള്ളത് ജാൻസിയാണ് എന്ന് കരുണ ഉറപ്പിച്ചു. പിന്നെ അയാൾ ഒട്ടും മടിച്ചില്ല. ജയിലിൽ തന്റേതായ രീതിയിൽ ഒരു അപകടം സൃഷ്ടിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിപ്പിച്ചായിരുന്നു അപകടമുണ്ടാക്കിയത്. ആ അപകടത്തിൽ താനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വരുത്തി തീർത്ത് കരുണ ജയിൽ ചാടി. അതോടെ സർക്കാരിന്റെ ലിസ്റ്റിൽ കരുണ ജീവനോടെയില്ലാത്ത ഒരുത്തനായി മാറി. അധികം വൈകിയില്ല. സ്വർണ തന്റെ കൂട്ടുകാരിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലിപ്പോൾ സ്വർണയോടെല്ലാവർക്കും സ്നേഹമായതുകൊണ്ട് കൂട്ടുകാരിയെയും അവർ സ്വീകരിച്ചു. തന്റെ ഭർത്താവ് തന്നെ ഉപദ്രവിച്ചപ്പോ താൻ ഇറങ്ങിപ്പോന്നതാണ് എന്നായിരുന്നു ആ കൂട്ടുകാരി അവരോട് കള്ളം പറഞ്ഞത്. ആ കൂട്ടുകാരിയാണ് സ്വർണയെ സഹായിക്കുന്നത് എന്നനി തിരിച്ചറിഞ്ഞു. അനി അതും പറഞ്ഞ് അവരെ ഒന്ന് കളിയാക്കുകയും ചെയ്തു. വൈകാതെ വീട്ടിൽ കല്യാണ ചടങ്ങുകൾ ആരംഭിക്കുകയായിരുന്നു. ഓരോ ചടങ്ങും അവിടുത്തെ ആഘോഷങ്ങളും അത്രയും സ്വർണവല്ലാതെ ആസ്വദിച്ചു. അങ്ങനെ കല്യാണ ചടങ്ങുകളുടെ ഭാഗമായി വീട്ടിൽ നിന്ന് വീട്ടുകാരോടൊപ്പം സ്വർണ പുറത്തേക്കിറങ്ങിയ ഒരു ദിവസം പുറത്തോട്ടോയിൽ വിളിച്ചു പറഞ്ഞപ്പെട്ടു പോകുന്ന മുദ്രാവാക്യങ്ങൾ അവൾ കേട്ടു. അത് കരുണയുടെ ശബ്ദമായിരുന്നു. അത് കേട്ടതും കരുണ അവിടെ എത്തിയിട്ടുണ്ടാകാം എന്ന് സ്വർണയ്ക്ക് തോന്നി. ആ ശബ്ദം കേട്ട ഓട്ടോയെ സ്വർണ പിന്തുടർന്നു. ഒടുവിൽ കരുണയുടെ അടുത്തേക്ക് സ്വർണ ചെല്ലുകയും ചെയ്തു. സ്വർണ കരുണയോട് തന്റെ വിവാഹം കഴിഞ്ഞ കാര്യവും തന്നെ വെറുതെ വിടണമെന്നും അപേക്ഷിച്ചു. കരുണയ്ക്ക് പക്ഷേ ആദ്യം അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ താൻ അവളുടെ പിന്നാലെ വരില്ല എന്ന് പറഞ്ഞ സ്വർണയെ കരുണ പറഞ്ഞയക്കാൻ തുനിഞ്ഞു. പക്ഷെ അവൾ തിരിഞ്ഞു പോവാൻ തുടങ്ങിയതും ഭാവം മാറി കരുണ പറഞ്ഞു, നിന്റെ ഭൂതകാലമൊക്കെ നിന്റെ വീട്ടുകാർക്കറിയാമോ? നിന്റെ വീട്ടുകാർ സത്യമൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? മാത്രമല്ല നിന്റെ കുടുംബത്തിന് വല്ലതൊക്കെ സംഭവിച്ചാലോ? ഇതൊക്കെ കേട്ട് സ്വർണ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കരുണ ഇൻഡയറക്റ്റായി ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് സ്വർണയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. സ്വർണ അവിടെ നിന്ന് മടങ്ങിയെങ്കിലും കരുണ തന്നെ വെറുതെ വിടുമെന്ന അയാളുടെ വാക്കുകളിൽ സ്വർണയ്ക്കിതെല്ലാം വിശ്വാസം തോന്നിയിരുന്നില്ല. മറുവശത്ത് കരുണയാകട്ടെ മദ്യപിച്ച് തന്റെ ആളുകളോട് പറയുകയായിരുന്നു, താൻ അവളെ വിടില്ല, അവളെ തനിക്ക് തന്നെ വേണം. തന്റെ ആളുകളോട് സ്വർണയുടെ ഇപ്പോഴത്തെ കുടുംബത്തെപ്പറ്റി അന്വേഷിക്കാൻ കരുണ നിർദ്ദേശിച്ചു. ഇതേസമയം മറുവശത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ചർച്ച നടക്കുകയായിരുന്നു. അന്നവിടെ ഓട്ടോയിൽ പ്ലേ ചെയ്യപ്പെട്ട മുദ്രാവാക്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വിവരം അവിടുത്തെ ഉദ്യോഗസ്ഥനായ അനിയുടെ അനിയന്റെ ചെവിയിലുമെത്തി. മുമ്പ് ഇതുപോലെ മുദ്രാവാക്യങ്ങൾ കേട്ട ഒരിടത്ത് അവിടുത്തെ MLA പിന്നാലെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം മുതിർന്ന ഉദ്യോഗസ്ഥൻ അവനോട് പറഞ്ഞു. അവിടെ 2 ദിവസത്തിനുള്ളിൽ CM വരാൻ പോകുന്നുണ്ട്. എന്തോ ആക്രമണം നടക്കുമോ എന്ന തരത്തിൽ അവർക്കിടയിൽ ആശങ്ക നിറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ CM അവിടെ എത്തുമ്പോ മധുസൂദനനെതിരെയുള്ള അഴിമതി കേസിനെ പറ്റി വിവരം നൽകാൻ രാജു തീരുമാനിച്ചിരുന്നു. മധുസൂദനൻ രാജു സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചയാളെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റി. അതായിരുന്നു അത്തരത്തിലൊരു തീരുമാനവുമായി മുമ്പോട്ടു പോകാനുള്ള രാജുവിന്റെ തീരുമാനവും. അവരുടെ കുടുംബത്തെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞ കരുണ നേരെ മധുസൂദനന്റെ അടുത്തെത്തി. രാജു CMന് മധുസൂദനനെ പറ്റിയുള്ള പരാതി കൊടുത്താൽ മധുസൂദനന്റെ എല്ലാ ഭാവിയും ഇല്ലാതാകും എന്ന തരത്തിൽ പറഞ്ഞ കരുണ താൻ ആരാണെന്ന് മധുസൂദനന് പറഞ്ഞുകൊടുക്കുകയും മധുസൂദനനെ സഹായിക്കാൻ താൻ കൂടെ നിൽക്കാമെന്ന് പറയുകയും ചെയ്തു. മധുസൂദനനും കരുണയ്ക്കെല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ആ ഓഫർ സ്വീകരിച്ചു. അന്ന് രാത്രിയിൽ രാജുവാകട്ടെ മധുസൂദനനെതിരെയുള്ള അഴിമതിയെ സംബന്ധിച്ച കാര്യങ്ങൾ ഫയൽ ചെയ്യുകയായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് സ്വർണ കടന്നു ചെല്ലുന്നത്. താൻ സഹായിക്കട്ടെ എന്ന് അവൾ അമ്മായപ്പനോട് ചോദിച്ചു. രാജുവും അതിനവൾക്ക് അനുവാദം നൽകി. സന്തോഷത്തോടെ രാജു പറഞ്ഞ കാര്യങ്ങൾ അവൾ ഡോക്യുമെന്റ്സ് ആയി പകർത്തി. പിറ്റേന്ന് CMനെ കാണുവാൻ വേണ്ടി വേദിയിലേക്ക് രാജു പുറപ്പെടാനിറങ്ങി. ഫയലും കൈവശമെടുത്തിരുന്നു. പക്ഷെ കൂട്ടത്തിൽ മറന്നുപോയ ഒരു കടലാസ് സ്വർണ്ണ ഓടി വന്ന് അമ്മായപ്പന് കൊടുത്തു. യാത്ര പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു. തിരിയുമ്പോഴാണ് സ്വർണ്ണ വീട്ടിൽ ഒരു മാർക്കിംഗ് കണ്ടത്. മാവോയിസ്റ്റുകൾ ചെയ്യുന്ന തരത്തിലുള്ള മാർക്കിംഗ് ആയിരുന്നു അത്. അത്തരമൊരു മാർക്കിംഗ് ഒരു വീട്ടിൽ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരാൾ കൊല്ലപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. അതോടെ സ്വർണവല്ലാത്ത ആശങ്കയിലായി. സ്വർണകത്തേക്ക് പോയപ്പോ അവിടെ തന്റെ ഭർത്താവ് അനിയും സഹോദരനായ പോലീസ് ഉദ്യോഗസ്ഥനും ആരുമില്ലെന്നവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ആശങ്കകൾ വർദ്ധിച്ചു. ഉണ്ടാവാൻ പോകുന്ന അപകടം തടഞ്ഞേ പറ്റൂ. അപ്പോഴാണ് അനസൂയ പുതിയ വെല്ലുവിളിയുമായിട്ടെത്തുന്നത്. മീൻ വാങ്ങി അവൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മീൻകറി അവൾ തന്നെ വെച്ചുകൊടുക്കണം എന്നാണ് അനസൂയ പറയുന്നത്. ഏറെക്കുറെ സ്വർണയുടെ കള്ളനീക്കം അനസൂയക്ക് മനസ്സിലായിരുന്നു. അത് പുറത്തു കൊണ്ടുവരാനായിരുന്നു അനസൂയ ശ്രമിച്ചത്. മീൻ
വാങ്ങാനെന്ന വ്യാജേന ഉടൻ തന്നെ പുറത്തു പോകാൻ സ്വർണ്ണ ഇറങ്ങി. പക്ഷേ അനസൂയയും അവളുടെ കൂടെ ചേർന്നു. ഒടുവിൽ കരുണ ആരെയായിരിക്കും ആക്രമിക്കുക എന്ന് ചിന്തിച്ച് പല വഴിക്കും പോകാനായി സ്വർണ്ണ ശ്രമിച്ചെങ്കിലും ഒടുവിൽ കരുണ ഇപ്പോൾ പോയിരിക്കുന്നത് രാജുവിന് പിന്നാലെയായിരിക്കും എന്ന കാര്യം സ്വർണ്ണ ഉറപ്പിച്ചു. അവളങ്ങനെ ആ സംശയം ഉറപ്പിക്കാൻ പാർട്ടി മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് ചെന്നു. അനസൂയയാകട്ടെ മീൻ വാങ്ങാൻ പോയിട്ട് എന്തിനാണ് നമ്മൾ അവിടെ വരുന്നത് എന്ന് ചോദിച്ച് ദേഷ്യത്തിലാണ്. സ്വർണ്ണ അവളോടുള്ള കാര്യം പറഞ്ഞു. എനിക്ക് മീൻകറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, നീ പോയി ഇത് ആരോട് വേണമെങ്കിലും പറഞ്ഞു, ഇപ്പോ സ്കൂട്ടിയും എടുത്ത് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, അതായിരുന്നു സ്വർണ്ണ പറഞ്ഞത്. അനസൂയ അത് കേട്ട് ഞെട്ടി പോവുകയും ചെയ്തു. സ്വർണ്ണ നോക്കിയപ്പോ അവിടെ ഒരു പഴയ ബസ്സുണ്ട്. അതിനകത്ത് മുഴുവൻ ഗുണ്ടകളും. അവരുടെ സംസാരത്തിൽ നിന്ന് രാജുവിനെ ആക്രമിക്കാനാണ് അവർ എത്തിയിരിക്കുന്നതെന്ന കാര്യം സ്വർണ്ണ തിരിച്ചറിഞ്ഞു. സ്വർണ്ണ ആ വണ്ടിക്കകത്തേക്ക് കയറി അവരോട് അവിടെ നിന്ന് പോവാൻ പറഞ്ഞെങ്കിലും അവർ അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അതോടെ സ്വർണ്ണയ്ക്ക് അവർക്കുമേൽ ആക്രമണം അടിച്ചുവിടേണ്ടി വന്നു. ശക്തമായ ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ സ്വർണ്ണ അവരെയൊക്കെയും അടിച്ചൊതുക്കി. വണ്ടിയും ആ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചു. എന്നിരുന്നാലും കരുണ തന്റെ നേർക്കും കുടുംബത്തിന് നേർക്കു വരുന്നതും ചിന്തിച്ച് സ്വർണ്ണ വല്ലാതെ ആശങ്കയിലായി കഴിഞ്ഞിരുന്നു. മറുവശത്ത് തനിക്കെതിരെ രാജു പ്രവർത്തിച്ചതിനാൽ ദേഷ്യം വന്ന മധുസൂദനൻ കരുണയ്ക്കടുത്തെത്തി താൻ ജയിലിൽ പോയാൽ രാജുവിന്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയേക്കാൻ പറഞ്ഞ് ഉത്തരവ് കൊടുത്തു. വേണ്ട പിന്തുണയും വാഗ്ദാനം ചെയ്തു. അതേസമയം പോലീസ് സ്റ്റേഷനിൽ അനിയുടെ അനിയനായ ഇൻസ്പെക്ടർക്കും സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. ഗുണ്ടകൾ അവിടെ ആക്രമണത്തിന് വന്നിട്ടും എന്തായിരിക്കും അവർ അവിടുന്ന് പോയത്? അവർ കാര്യമായി ചിന്തിച്ചു. ആ സമയത്താണ് മാവോയിസ്റ്റുകളെ പറ്റിയുള്ള അന്വേഷണത്തിനിടയിൽ സ്റ്റേഷനിലേക്ക് ഫാക്സും വന്നത്. അതിലുണ്ടായിരുന്നത് സ്വർണ്ണയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. അതായത് ജാൻസിയുടെ ഫോട്ടോ കണ്ടതും അനിയുടെ അനിയൻ ഞെട്ടി. ഇത് തന്റെ ചേടത്തിയമ്മ തന്നെയാണോ എന്നയാൾ സംശയിച്ചു. പക്ഷേ സ്വർണ്ണ ചിലത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. വിവരങ്ങൾ അനിയുടെ അനിയൻ അറിയുമെന്ന് മനസ്സിലാക്കിയവൾ നേരിട്ട് അനിയുടെ അനിയന്റെ അടുത്തെത്തി തന്നെപ്പറ്റിയും കുടുംബത്തിനെതിരെയുള്ള ത്രെട്ടിനെ പറ്റിയുമെല്ലാം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു പറഞ്ഞു. ആ സമയത്താണ് കല്യാണം കൂടാനെന്ന വ്യാജേന അങ്ങോട്ടേക്ക് സ്വർണ്ണയുടെ അമ്മാവനാണ് താനെന്നും പറഞ്ഞ് കരുണ കയറി വരുന്നത്. സ്വർണ്ണയ്ക്കും അവിടെ വെച്ചത് നിഷേധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്വർണ്ണയുടെ അമ്മാവനാണ് കരുണയെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരും കരുണയെ സ്വീകരിക്കുകയും ഭക്ഷണം കൊടുക്കാൻ സ്വർണ്ണയോട് പറയുകയും ചെയ്തു. കരുണയാകട്ടെ ഓരോ ഘട്ടത്തിലും സ്വർണ്ണയുടെ രഹസ്യം വെളിപ്പെടുത്തുമെന്ന മട്ടിൽ സ്വർണ്ണയെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്നു. ഒടുവിൽ സ്വർണ്ണയെ ബെഡ്റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി സ്വർണ്ണയുടെ കൊങ്ങൊക്കെ പിടിച്ച് കരുണ ഭയപ്പെടുത്തി. സ്വർണ്ണ തന്റെ കൂടെ തിരികെ വരണമെന്നും തന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ വീട്ടുകാരോടെല്ലാം സത്യവും പറയും എന്ന മട്ടിലും കരുണയുടെ ഭീഷണി നീണ്ടു. സ്വർണ്ണ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. അവൾക്ക് ഒരു ദിവസത്തെ സമയം നൽകി. ഒടുവിൽ കരുണ മടങ്ങിപ്പോവാനിറങ്ങി. തന്റെ കൂടെ വന്നില്ലെങ്കിൽ സ്വർണ്ണയുടെ കുടുംബത്തെ ഇല്ലാതാക്കും എന്നായിരുന്നു കരുണ പറഞ്ഞിരുന്നത്. സ്വർണ്ണ ആലോചനയിലാണ്ടു. അവൾക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി സ്വർണ്ണ വരുന്നത് നോക്കി കാത്തു നിൽക്കുകയായിരുന്നു കരുണയും സംഘവും. സ്വർണ്ണ വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നു. അവൾ പക്ഷേ നേരെ പോയത് തന്റെ ഭർത്താവിന്റെ അടുത്തേക്കായിരുന്നു. സ്വർണ്ണയെന്ന് അനിയുടെ അടുത്ത് മനസ്സ് തുറന്നു. തന്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനിയോട് വിശദീകരിച്ചു. അനി ആദ്യം അത് കേട്ട് ഷോക്കായെങ്കിലും സ്വർണ്ണയെ അവൻ തള്ളിപ്പറഞ്ഞില്ല. അത്ര നാളായിട്ടും തന്നോട് സ്വർണ്ണ അതൊക്കെ മറച്ചുവെച്ചതിലുള്ള ദേഷ്യം മാത്രമേ അനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കരുണയ്ക്കെതിരെ പ്രതികരിക്കാൻ, കരുണയ്ക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ, സ്വർണ്ണയുടെ കൂടെ നിൽക്കാൻ അനി തയ്യാറായിരുന്നു. പക്ഷേ സ്വർണ്ണ അനിയോട് പറഞ്ഞു അതിനു വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം എന്തെന്നാൽ അനിയുടെ അനിയനായ ഇൻസ്പെക്ടറോട് സംസാരിക്കുമ്പോൾ തന്നെ സ്വർണ്ണ കരുണയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. കരുണ ജീവനോടെയുണ്ട് എന്നതിന്റെ തെളിവ് കല്യാണത്തിനടുത്ത ഫോട്ടോഗ്രാഫ് വഴി തന്നെ പോലീസിന് ലഭിച്ചു. വൈകാതെ മുതിർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് കരുണയെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് അനിയുടെ അനിയന് വന്നെത്തുകയും ചെയ്തു. അനിയുടെ അനിയൻ കരുണയെ അറസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു കല്യാണ ചടങ്ങിന് വന്നതുപോലും. അത് കേട്ടതും സ്വർണ്ണയ്ക്ക് ആശ്വാസമായി. അന്ന് രാത്രിയിൽ കരുണയെ അവിടെ നിന്നും സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. അത് കേട്ട് അനിക്കും മറ്റും ആശ്വാസമായി. ഇതിവിടെ അവസാനിപ്പിച്ചേക്കാം, ഇനി സന്തോഷമായി ജീവിക്കാം എന്ന മട്ടിൽ അനി പറഞ്ഞതും ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്നും സ്വർണ്ണ അവരോടായി പറഞ്ഞു. അത് മറ്റൊന്നുമായിരുന്നില്ല. അന്ന് രാത്രിയിൽ മുഴുവൻ കുടുംബത്തെയും വിളിച്ചുകൂട്ടി തന്നെപ്പറ്റിയുള്ള എല്ലാ സത്യങ്ങളും സ്വർണ്ണ അവർക്ക് മുമ്പിൽ വിശദീകരിച്ചു. സ്വർണ്ണയുടെ പശ്ചാത്തലവും പാസ്റ്റുമൊക്കെ കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയായിരുന്നു. പക്ഷേ സ്വർണ്ണയെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാൻ അവരാരും ആഗ്രഹിച്ചില്ല. രാജുവാകട്ടെ തന്റെ മരുമകളെ ചേർത്തു നിർത്താനായിരുന്നു തീരുമാനിച്ചതും. ഇതേസമയം മറുവശത്ത് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കരുണ പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെട്ടു. തന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടും കുടുംബം തന്നെ ചേർത്തു നിർത്തുന്നു എന്ന് കണ്ട സ്വർണ്ണയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. അവളങ്ങനെ സന്തോഷത്തിൽ നിൽക്കെ പുറത്ത് വലിയൊരു ശബ്ദം കേട്ടു. സംശയം തോന്നി സ്വർണ്ണ ചെന്ന് നോക്കി. ആ കുടുംബത്തെ ഒന്നാകെ ആക്രമിക്കാൻ കരുണ തന്റെ ആളുകളുമായി വന്നു ചേർന്നിരുന്നു. അതുകണ്ട് സ്വർണ്ണയുടെ വീട്ടുകാർ
മുഴുവൻ ഭയന്നു. പക്ഷേ സ്വർണ്ണ അവരോട് ശാന്തരായിരിക്കാൻ ആവശ്യപ്പെട്ടു. ബാക്കിയുള്ള വാതിലുകളൊക്കെ അടച്ച് ഒരു വാതിൽ മാത്രം നമ്മൾ തുറന്നിടുമെന്നും അതിലൂടെ വരുന്ന ശത്രുക്കളെ ഓരോരുത്തരായി നേരിടാമെന്നും അവൾ കുടുംബത്തോട് പറഞ്ഞു. സ്വർണ്ണ പറഞ്ഞതുപോലെ കുടുംബത്തിലെ ഓരോരുത്തരും പ്രവർത്തിക്കുകയും അങ്ങോട്ടേക്കെത്തിയ ഗുണ്ടകളെ എതിരിടാൻ തുടങ്ങുകയും ചെയ്തു. ശക്തമായ പോരാട്ടം നടന്നു. സ്വർണം മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും വരുന്ന ശത്രുക്കളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. സ്വർണ്ണയുടെ വേഗതയും ഫൈറ്റുമൊക്കെ കണ്ട് കുടുംബത്തിലുള്ളവർ തന്നെ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. പോരാട്ടത്തിനിടയിൽ സ്വർണ്ണയുടെ അമ്മായച്ഛൻ രാജുവിനും അനിയുടെ അനിയനും പരിക്കേറ്റു. ആ ഘട്ടത്തിൽ സ്വർണ്ണ തന്റെ ഭർത്താവിനോട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പിൻവാതിലൂടെ രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു. പിന്നീട് അവിടെ വലിയ ഷൂട്ടൌട്ട് തന്നെ നടന്നു. മുന്നിൽ നിന്ന് സ്വർണ്ണ തന്നെ എല്ലാവരെയും തടയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഗുണ്ടകളൊക്കെ അവസാനിച്ചപ്പോ കരുണ തന്നെ തന്റെ ജീപ്പുമെടുത്ത് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി. സ്വർണ്ണയും കരുണയും തമ്മിലും ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ കരുണയെ കൊല്ലാൻ വേണ്ടി സ്വർണ്ണ ആനതും സ്വർണ്ണയ്ക്ക് നേരെ കരുണ തോക്കു ചൂണ്ടി. തന്നെ കൊന്നാൽ സ്വർണ്ണയെയും കൊന്നിട്ടേ താൻ പോകൂ എന്നായിരുന്നു കരുണ പറഞ്ഞത്. പക്ഷെ സ്വർണ്ണ ഒട്ടും മടിച്ചില്ല. കരുണയെ കൊല്ലാൻ അവന്റെ കഴുത്തിൽ തന്നെ ആയുധം കുത്തിയിറക്കി. കരുണ സ്വർണ്ണയ്ക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. സ്വർണ്ണയും കൊല്ലപ്പെടുമെന്ന് കരുതി കരുണ സന്തോഷിച്ചു. പക്ഷെ സ്വർണ്ണ പറഞ്ഞു, എനിക്കൊരു ദുഃഖവുമില്ല. ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെപ്പറ്റി ഓർത്ത് കരയാനെങ്കിലും ആളുകളുണ്ട്. പക്ഷേ നീ മരിച്ചാൽ നീ മരിച്ചത് നന്നായി എന്ന് മാത്രമേ ഏവരും പറയൂ. പക്ഷേ നീ ചാവുന്നത് കണ്ടിട്ടേ ഞാൻ ചാവൂ എന്നായിരുന്നു കരുണ പറഞ്ഞത്. പക്ഷേ തൊട്ടുപുറകെ കരുണ മരണമടഞ്ഞു. സ്വർണ്ണയ്ക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സ്വർണ്ണ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. മുമ്പ് താൻ അഭിനയിച്ച് ചെയ്തുകൊണ്ടിരുന്ന ജോലികളത്രയും അവളിപ്പോൾ പതുക്കെ പഠിച്ച് സന്തോഷത്തോടെ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ കണ്ട് അവരുടെ വീട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. കുടുംബം ഒന്നടങ്കം സ്വർണ്ണയെ സ്വീകരിച്ച് സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. മായിന്തി ബംഗാരം എന്ന രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.